Hi all, ഇന്ന് നമ്മൾ ബിടെക് ഓണേഴ്സ് S5 സബ്ജക്റ്റായ ഗ്രൗണ്ട് വാട്ടർ ഹൈഡ്രോളജി ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ സിലബസിലേക്കൊന്ന് പോവാം. അപ്പോൾ സിലബസ് നോക്കുവാണെങ്കിൽ പതിവ് പോലെ തന്നെ 5 മോഡ്യൂൾസ് ആണുള്ളത്. ഇതിൽ ഏറ്റവും ആദ്യത്തെ 2 മോഡ്യൂൾ ഇതിൽ കുറച്ച് പോർഷൻസ് ഒക്കെ നിങ്ങൾ വാട്ടർ റിസോഴ്സ് ഹൈഡ്രോളജി ആൻഡ് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്, അതായത് റെഗുലർ കോഴ്സിലെ സബ്ജക്റ്റായ ഹൈഡ്രോളജി ആൻഡ് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗിലെ ഫിഫ്ത്ത് മോഡ്യൂളായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ എക്സ്ട്രാ ആയിട്ട് മാത്രമാണ് ബാക്കിയുള്ള 3 മോഡ്യൂൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ മൂന്നാമത്തെ മോഡ്യൂൾ ഇമേജ് ഫയൽ സിസ്റ്റത്തിനെ ഫോക്കസ് ചെയ്യുമ്പോൾ ക്വാളിറ്റീനെ ഫോക്കസ് ചെയ്യുന്ന 4th മോഡ്യൂൾ, 5th മോഡ്യൂൾ ആർട്ടിഫിഷ്യൽ റീചാർജിനെ ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ കംപ്ലീറ്റ്ലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ഫസ്റ്റ് മോഡ്യൂളായ പ്രോപ്പർട്ടീസ്, മെയിൻലി ഗ്രൗണ്ട് വാട്ടർ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് മോഡ്യൂളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മോഡ്യൂളിൽ നമ്മൾ ഓരോ അവറിൽ ആദ്യത്തെ അവറിൽ നമുക്ക് വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ ആണ് പഠിക്കേണ്ടത്. അതിനുശേഷം പ്രോപ്പർട്ടീസ് ഓഫ് അക്യൂഫർ പഠിക്കണം, ഡാർസീസ് ലോ പഠിക്കണം. ഈ ഒരു മോഡ്യൂൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന സ്റ്റഡി ഫ്ലോയിലാണ് കുറിച്ചാണ്. അൺസ്റ്റഡി ഫ്ലോ ആണ് സെക്കൻഡ് മോഡ്യൂളിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ സ്റ്റഡി ഫ്ലോനെ കുറിച്ച് പഠിക്കണം. അഗെയിൻ സ്റ്റഡി ഫ്ലോ ഇക്വേഷൻസ് നോക്കണം, യൂണിറ്റ് ഡയറക്ഷണൽ ഫ്ലോയിൽ ഇക്വേഷൻസ് നോക്കണം. ദെൻ ഫ്ലോ ഇൻറ്റു ഇൻഫിൽട്രേഷൻ ഗാലറീസ് നോക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഓരോ മണിക്കൂറിൽ ഡിവൈഡ് ചെയ്തിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു ഏകദേശം 8 ഷെഡ്യൂളുകളുണ്ട്. ഈ എല്ലാ ഷെഡ്യൂളും കവർ ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു വീഡിയോയിൽ മാക്സിമം നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ ഈ ഒരു വീഡിയോയുടെ ഉള്ളിൽ തന്നെ തീർക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലെങ്തി വീഡിയോ ആയിരിക്കും. ബ്രേക്ക് ചെയ്ത് സമയമുള്ളതുപോലെ കണ്ട് പഠിക്കാം. Let's see the first topic, vertical distribution of groundwater. നമുക്കറിയാം വാട്ടർ നമ്മുടെ ലൈഫിൽ എത്രമാത്രം ഇമ്പോർട്ടൻറ്റ് റോളാണ് വഹിക്കുന്നത്. അതിൽ തന്നെ വി മേ യൂസ് സർഫസ് വാട്ടർ ആൻഡ് സബ്സർഫസ് വാട്ടർ. സർഫസ് വാട്ടറിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഹൈഡ്രോളജിയിൽ. അഗെയിൻ ഇറിഗേഷൻ പർപ്പസിൽ നമ്മൾ പഠിച്ചു. In between, whenever we don't have surface water, we have to depend upon groundwater. Be it like rainy season, completely we can depend on surface water, but sometimes we may have to depend upon the groundwater. അപ്പോൾ എപ്പോഴൊക്കെയാണ് നമുക്ക് ഗ്രൗണ്ട് വാട്ടറിൽ ഡിപ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഈസ് ഓഫ് അസസ്, സർഫസ് വാട്ടറിലേക്ക് ഈസ് ഓഫ് അസസ് ഇല്ലാത്ത സമയത്ത്, whenever there is a shortage in surface water, whenever the subsurface water is easily accessible to us, അത്തരം കാറ്റഗറിയിൽ അല്ലെങ്കിൽ just for individual purpose, if you don't want to go further to reach out a surface water, അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഏത് യൂസ് ചെയ്യേണ്ടി വരും? We can depend upon subsurface water. അപ്പോൾ ഈ സബ്സർഫസ് വാട്ടറിന്റെ occurrence, distribution, movement ഇതിനെക്കുറിച്ച് എല്ലാം ഡീൽ ചെയ്യുന്ന ടോപ്പിക്കാണ് ഗ്രൗണ്ട് വാട്ടർ ഹൈഡ്രോളജി. സോ ഫസ്റ്റ് see what are the different forms inside the soil. അപ്പം നമ്മുടെ entire soil depth fully, if you see it, we will classify into 2 subdivisions, aeration zone and saturation zone. Wherever the water is in fully saturated condition, we call it as saturation zone. നമുക്കൊരു surface എടുത്തു കഴിഞ്ഞ് if you dig out a well and at some distance we may see the water. അപ്പോൾ ഇങ്ങനെ fully saturated portion നമ്മൾ എന്ത് പറയും? Saturation zone. So the remaining part, soil part നമ്മൾ എന്ത് പറയും? Zone of aeration. അപ്പോൾ 2 കാറ്റഗറിയിലാണ് നമ്മൾ സബ്സർഫസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. വാട്ടറുള്ള പോർഷനെ നമ്മൾ സാച്ചുറേഷൻ സോൺ എന്ന് പറയും. സോയിൽ പോർഷനെ നമ്മൾ എബവ് പോർഷൻ ഓഫ് വാട്ടർ ടേബിളിന് മുകളിലോട്ടുള്ള പോർഷനെ നമ്മൾ എന്ത് പറയും? എയറേഷൻ സോൺ പറയും. അപ്പം ഞാൻ ഇവിടെ ഈ ഫിഗറിൻ്റെ അകത്ത് നമ്മൾ 2 ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഒന്ന് ഫിഗർ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ വി ഹാവ് എ ഇംപെർമിയബിൾ ബെഡ് റോക്ക് അറ്റ് ദ ബോട്ടം. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് ഇറങ്ങുന്ന വെള്ളം, what happens, this will infiltrate down to the ground, then slowly this will start to percolating, okay, and this will stay over the impermeable rock. അപ്പോൾ ഇങ്ങനെ ഇൻഫിൽട്രേറ്റ് ചെയ്തതിന് ശേഷം പെർക്കുലേറ്റ് ചെയ്തതിന് ശേഷം, ഇൻഫിൽട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം സോയിലിലേക്ക്, എയറിന് സോയിലിലേക്ക് കയറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻഫിൽട്രേഷൻ എന്ന് പറയുക. അത് ഡീപ്പ് ഇൻ ടു ദി സോയിൽ, ഇഫ് ദ പ്രോസസ് കണ്ടിന്യൂസ് ഡീപ്പ് ഇൻ ടു ദി സോയിൽ, വി കോൾ ഇറ്റ് ആസ് പെർക്കുലേഷൻ. അപ്പോൾ ആ പെർക്കുലേറ്റ് ചെയ്യുന്ന വെള്ളം എന്ത് ചെയ്യും? ഈ ഇംപെർമിയബിൾ ലെയറിന്റെ മുകളിലേക്ക് വന്ന് തങ്ങും. അപ്പോൾ അത്തരത്തിൽ ഇഫ് ദ ഡൗൺ ബോട്ടം പോർഷൻ ഈസ് സാച്ചുറേറ്റഡ് വിത്ത് വാട്ടർ, ദിസ് പോർഷൻ ഈസ് നോൺ ആസ് ദി സാച്ചുറേറ്റഡ് സോൺ. അപ്പോൾ നമുക്ക് ഈ സാച്ചുറേറ്റഡ് സോണിലേക്ക് നമ്മളൊരു വെള്ളം ഡിഗ് ഔട്ട് ചെയ്യാണ്. വി ക്യാൻ സീ ദ വാട്ടർ വിച്ച് വിൽ ബി ഓപ്പൺ ടു ദി അറ്റ്മോസ്ഫിയർ. സോ ദാറ്റ് വാട്ടർ ലെവൽ, ദ മാക്സിമം വാട്ടർ ലെവൽ, വാട്ടർ സർഫസ് ലെവൽ, വി വിൽ കോൾ ദാറ്റ് ലെവൽ ആസ് വാട്ടർ ടേബിൾ. നമ്മൾ കാണുന്ന കിണറിൽ കാണുന്ന
water surface level, ആ ലെവലിനെ നമ്മൾ water table എന്ന് പറയും. Okay, so this entire portion is known as a saturated zone. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഈ സാച്ചുറേറ്റഡ് സോൺസ് തന്നെ രണ്ട് ഫർദർ ക്ലാസിഫിക്കേഷനിലേക്ക് പോകും. അത്തരത്തിൽ ഇപ്പോൾ നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ടൈപ്പ് സാച്ചുറേഷൻ സോണിന് നമ്മൾ അൺകൺഫൈൻഡ് അക്വിഫർ എന്ന് പറയും. ദാറ്റ് മീൻസ് ഇവിടെ ഒരു വശത്ത്, ഈ വെള്ളത്തിന്റെ ഒരു വശത്ത് വി ഹാവ് ആൻ ഇംപെർമിബിൾ ലെയർ, ദ അതർ സൈഡ് ദിസ് ഈസ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ. അങ്ങനെ രണ്ട് സൈഡും ഇംപെർമിബിൾ ലെയറിൽ വെച്ച് കൺഫൈൻ ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ഇതിനെ അൺകൺഫൈൻഡ് അക്വിഫർ എന്ന് പറയും. ഒരു ലെയർ മാത്രമേ ഉള്ളൂ beneath bottom of the saturated zone we have the impermeable layer, so we call it as unconfined aquifer. Okay, അപ്പോൾ saturated portion either we call it as saturated zone or we call it that aquifer portion, and especially in this case this is the unconfined aquifer. Here the water pressure will be atmospheric. Okay, ഇനി നമുക്ക് aeration സോണിലേക്ക് പോവാം. aeration സോണിലേക്ക് again this is divided into 3 zones. നമ്മുടെ ഏറ്റവും കൂടുതൽ plants, wherever the plants grow, that portion is known as the soil water zone. Okay, ഈ ഒരു പോർഷനിലുള്ള വാട്ടർ ആണ് നമുക്ക് എന്ത് സോയിലിന് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക, പ്ലാന്റ്സിന് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. they will suck this water and they will grow up. Okay, അപ്പോൾ ന്യൂട്രീഷൻ സോൺ ആണ് ഇത്. ഇനി ഇവിടെ തങ്ങുന്ന വെള്ളം, okay, this will be up to its field capacity. Beyond field capacity what happens, water will percolate down to the ground. അപ്പോൾ ഇവിടെ intermediate zone what happens is the water will be seeping downward. Okay, ഇനി മൂന്നാമത്തെ സോണിലാണെങ്കിൽ this is known as the capillary zone. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ since this lower portion is in saturated condition, always there will be a capillary effect of water to rise through it too. Okay, അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്ത് പറയും, capillary zone എന്ന് പറയും, അല്ലെങ്കിൽ ഒരു ടെൻഷൻ സാച്ചുറേറ്റഡ് സോൺ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത് മൂന്നായിട്ട് അൺസാച്ചുറേറ്റഡ് സോണിനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യും. ദാറ്റ് ഈസ് നോൺ ആസ് ദ സോയിൽ വാട്ടർ സോൺ, ഇന്റർമീഡിയറ്റ് സോൺ ആൻഡ് capillary zone. Now if you further see into it, first let us see the saturated zone. So if you see in this figure, this bottom line is the bedrock. Okay, ഇതാണ് നമ്മുടെ bedrock. അപ്പോൾ നമുക്ക് മഴ പെയ്യുവാണെങ്കിൽ what happens is this will percolate through the surface. Okay, ആ percolation ആണ് നമുക്ക് ഇവിടെ infiltration കഴിഞ്ഞ് percolation കാണുന്നു. അപ്പോൾ percolate ചെയ്ത് this will contribute to the groundwater. Groundwater what happens, this will slowly start contributing to the stream. അപ്പോൾ ഇത്തരത്തിൽ groundwater streamലേക്ക് contribute ചെയ്യുമ്പോൾ even in the summer season the stream will be having good sufficient amount of water. So this is a typical example of saturated zone and unsaturated zone. രണ്ടും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി ഇതിന്റെ പെക്യുലാരിറ്റീസിലേക്ക് പോവുകയാണെങ്കിൽ the saturated zone may extend up more than 12,000 meter. ഇത്രയും ആഴത്തിൽ വരെ നമുക്ക് സാച്ചുറേറ്റഡ് സോൺ കാണാൻ പറ്റും. പക്ഷേ മിക്കവാറും കേസിൽ we will get the fresh water only up to 800 meter. ചില important സിറ്റീസിലൊക്കെ ഈവൻ കോസ്റ്റൽ ഏരിയ സോണിലുള്ള സിറ്റീസിലൊക്കെ ഈവൻ ദിസ് ഈസ് നോട്ട് അവൈലബിൾ. കാരണം നമ്മൾ ചെറിയൊരു ഡെപ്തിലേക്ക് ഡിഗ് ഔട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് വിൽ ബി ഗെറ്റിംഗ് സോൾട്ട് വാട്ടർ. അപ്പോൾ ഫ്രഷ് വാട്ടർ മാക്സിമം നമുക്ക് കിട്ടുന്ന ഒരു റേഞ്ച് ആണ് 800. ബിയോണ്ട് ദാറ്റ് വി വിൽ നോട്ട് ബി ഗെറ്റിംഗ് സഫിഷ്യൻറ്റ് ഗുഡ് എമൗണ്ട് ഓഫ് ഫ്രഷ് വാട്ടർ. അപ്പോൾ നമ്മൾ കിണർ കുഴിക്കുകയാണെങ്കിൽ വി വിൽ ബി ലിമിറ്റിംഗ് ഓൺലി അപ് ടു ദി ഫ്രഷ് വാട്ടർ സോൺ. അൺസാച്ചുറേറ്റഡ് സോണിനെ നമ്മൾ പറഞ്ഞു മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യും. അതിൽ ഒന്നാമത്തെ ഏറ്റവും ടോപ്പ് സോയിലിനെ നമ്മൾ എന്ത് പറയും, സോയിൽ വാട്ടർ സോൺ എന്ന് പറയും. ഓക്കെ, ഇന്റർമീഡിയറ്റ് സോണിനെ നമ്മൾ ഇൻ ബിറ്റ്വീൻ സോയിൽ വാട്ടർ സോൺ ആൻഡ് കാപ്പിലറി വാട്ടർ സോണിനെ നമ്മൾ ഇന്റർമീഡിയറ്റ് സോൺ എന്ന് പറയും. ഇവിടെ വാട്ടർ വിൽ ബി പെർക്കുലേറ്റിംഗ് ഡൗൺ ടു ദി ഗ്രൗണ്ട്. ദെൻ കാപ്പിലറി വാട്ടർ വിച്ച് വിൽ ബി ജസ്റ്റ് above ദി സോൺ ഓഫ് സാച്ചുറേഷൻ ഓഫ് വാട്ടർ ടേബിൾ. ഓക്കെ, അതിൽ നമ്മൾ ഡിഫറെൻറ്റ് ടേംസ് ഒക്കെ ഇതിന് വേണ്ടി യൂസ് ചെയ്യും. സാച്ചുറേറ്റഡ് സോണിന് നോക്കുവാണെങ്കിൽ നമ്മൾ അതിനെ സോൺ ഓഫ് സാച്ചുറേഷൻ എന്ന് പറയും, ദെൻ വാട്ടർ ടേബിൾ സോൺ എന്ന് പറയും, ദെൻ ഫ്രിയാറ്റിക് സോൺ എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ പറയും. ഓക്കെ, ഫ്രിയാറ്റിക് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് വാട്ടറിനെ തന്നെയാണ് പറയുന്നത്. അതേപോലെ അൺസാച്ചുറേറ്റഡ് സോണിനെയാണ് നമ്മൾ മെയിൻലി സോൺ ഓഫ് സാച്ചുറേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ വഡ സോൺ എന്ന് പറയും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. ദെൻ ഈ കാപ്പിലറി ഫ്രിഞ്ചിനെ കുറിച്ച് പറയുന്നത് ഹൈറ്റ് ഓഫ് കാപ്പിലറിറ്റി റൈസ് ഡിപ്പെൻഡ്സ് upon the type of the soil grains or diameter of the soil grains. Okay, then soil water zone ആണെങ്കിൽ this will be more important to the soil science agriculturistic such type of people or such field where the more important is given to the amount of water that a plant can absorb. Root water zone, root water depth, ഇത്തരം കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്ന പാർട്ടാണ് സോയിൽ വാട്ടർ സോൺ.
Okay, so the roots of the plants will be taking water through this from this zone and for their evapotranspiration purpose. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. Next topic is classification of saturated formation or type of geological formulation. Okay, so here based on the movement of water in saturated zone, നമ്മൾ സാച്ചുറേറ്റഡ് സോണും സോൺ ഓഫ് എയറേഷൻ ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ സോയിലിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സബ് ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ സാച്ചുറേറ്റഡ് സോൺ എന്ന് പറയുന്നത് the soil will be completely filled with where the soil pores will be completely filled with water. Okay, അപ്പോൾ അവിടെ ത്രീ ഫേസസിന് പകരം സോയിൽ ആൻഡ് വാട്ടർ ഓൺലി വിൽ ബി ദർ, നോ എയർ വിൽ ബി ദർ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു സോണിനെ വീണ്ടും നമ്മൾ based on the movement of water in this particular zone we classify this saturated formation into 4 categories. അതിൽ ഫസ്റ്റ് വണ്ണാണ് അക്വിഫർ. Aquifer is that saturated formation of earth material which will store water and yield significantly. അപ്പോൾ ഒരു സാച്ചുറേറ്റഡ് ഫോർമേഷനിൽ പല രീതിയിലുണ്ടാവാം. നമുക്ക് അതിലത്തെ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുണ്ടാവാം, സ്റ്റോർ ചെയ്ത് വെക്കുന്ന പോർഷൻസ് പോലെ ഉണ്ടാവാം, അതല്ലെങ്കിൽ ഇതൊന്നും സാധിക്കാത്ത രീതിയിലും ഉണ്ടാവാം. അപ്പോൾ അത്തരത്തിൽ നമുക്ക് സാധാരണ പോലെ വെള്ളം ഉപയോഗിക്കാനും അതിൻ്റെ അകത്ത് സൂക്ഷിച്ചു വെക്കാനും പറ്റുന്ന ഒരു സാച്ചുറേറ്റഡ് ഫോർമേഷൻ ആണ് അക്വിഫർ. നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന വെൽസ് ഒക്കെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. എസ്പെഷ്യലി ഗ്രാവൽ ടൈപ്പ് അക്വിഫറിലും സാൻഡി അക്വിഫറിലും ഒക്കെ കിട്ടുന്ന വെള്ളം നമ്മൾക്ക് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന ആ സാച്ചുറേറ്റഡ് ഫോർമേഷനിൽ സൂക്ഷിച്ചു വെക്കുകയും അതിന് അതേപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നമുക്ക് സഫീഷ്യന്റ് ഈൽഡ് തരുന്ന ടൈപ്പ് സാച്ചുറേറ്റഡ് ഫോർമേഷൻസും ആണ്. സോ ഹിയർ ദ വാട്ടർ ക്യാൻ ബി സ്റ്റോർഡ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ഈൽഡ് ഫ്രം ദിസ് പെർട്ടിക്കുലർ saturated formation. So such saturated formation is known as aquifer. അപ്പോൾ നമുക്ക് ഇതിന്റെ സോയിൽ ടൈപ്പ് നോക്കുമ്പോൾ തന്നെ അറിയാം, സാൻഡി അക്വിഫർ ആണ്, ഗ്രേവൽ ടൈപ്പ് അക്വിഫർ, അതായത് ഗ്രേവൽ ടൈപ്പ് ഫോർമേഷൻ സോയിൽ ഒക്കെ ആണെങ്കിൽ ദിസ് വിൽ ബി ഹൈലി പെർമിയബിൾ. സോ വാട്ടർ ക്യാൻ ഈസിലി ട്രാവൽ ത്രൂ ദിസ് വൺ. സോ അങ്ങനെയുള്ള ഒരു അക്വിഫർ ടൈപ്പിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, വാട്ടർ ക്യാൻ ബി സ്റ്റോർഡ് ആൻഡ് ഈൽഡഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈപ്പിലേക്ക് നോക്കുവാണെങ്കിൽ അക്യുറ്റാർഡ് എന്ന് പറഞ്ഞാൽ ദിസ് വിൽ ബി പാർട്ട്ലി പെർമിയബിൾ. അതായത് നേരത്തെ അക്വിഫർ പോലെ ഹൈലി പെർമിയബിൾ ആയിരിക്കില്ല, ഒരു ചെറിയ ഒരു ലീക്കേജ് വരുന്ന പോലെ ഈ ഒരു സാച്ചുറേറ്റഡ് ഫോർമേഷന് നേരിയ തോതിൽ ലീക്കേജ് വരുന്ന രീതിയിലായിരിക്കും അക്യുറ്റാർഡ് ഉണ്ടാവുക. സോ ഇറ്റ് വിൽ ബി ട്രാൻസ്മിറ്റിംഗ് വാട്ടർ. Okay, for example aquifer formation, aquifer formation like sandy clay type സോയിൽ ഒക്കെ ആണെങ്കിൽ അതിൽ മിക്കവാറും നമുക്ക് കിട്ടുക അക്യുറ്റാർഡ് ടൈപ്പ് സാച്ചുറേറ്റഡ് ഫോർമേഷൻ ആയിരിക്കും. ഇവിടെ പാർട്ട്ലി പെർമിയബിൾ ആയതുകൊണ്ട് തന്നെ വാട്ടർ ഇതിൻ്റെ അകത്തേക്കൂടെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ലീക്ക് ചെയ്ത് പോവും. ഒരു ചെറിയ സീപ്പേജ് വരുന്ന രീതിയിലേ വരുള്ളൂ. നമുക്കൊരു ഗുഡ് ഈൽഡ്, നമുക്ക് ആവശ്യത്തിലധികം വെള്ളം എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാച്ചുറേറ്റഡ് ഫോർമേഷൻ ആയിരിക്കില്ല. ഇറ്റ് വിൽ ബി ഹാവിങ് എ ലെസർ ഈൽഡ് കമ്പയർഡ് ടു ദി അക്വിഫർ. അപ്പോൾ ഇത് ഓർക്കാൻ എളുപ്പത്തിന് വേണ്ടി ടി എന്നുള്ള അക്യുറ്റാർഡ്, ഇറ്റ് ഈസ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് ലെറ്റർ, ഫോക്കസ് ഓൺ ദ ലെറ്റർ ടി. സോ ഫ്രം this letter we can say it will transmit water. അതായത് നമുക്ക് സ്റ്റോർ ചെയ്താലേ നമുക്ക് സഫീഷ്യന്റ് ഈൽഡ് കിട്ടുന്ന രീതിയിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. സോ ദിസ് വിൽ ബി ട്രാൻസ്മിറ്റിംഗ് വാട്ടർ ഉള്ളി എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് എളുപ്പത്തിന് വേണ്ടി ഓർത്തു വെക്കാം. നെക്സ്റ്റ് ഫോർമേഷൻ ഈസ് അക്വിക്ലൂഡ്. ദിസ് ഈസ് കംപ്ലീറ്റ്ലി ഇംപെർമിയബിൾ. നമുക്ക് യാതൊരു രീതിയിലും വെള്ളം എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇംപെർമിയബിൾ ആയിട്ടുള്ള ഒരു സാച്ചുറേറ്റഡ് ഫോർമേഷൻ ആണ് അക്വിക്ലൂഡ്. ഫോർ എക്സാമ്പിൾ ക്ലേ വിച്ച് വിൽ സ്റ്റോർ വാട്ടർ, ഗുഡ് എമൗണ്ട് ഓഫ് വാട്ടർ ഹോൾഡ് ചെയ്യും, പക്ഷേ this will be impermeable. It cannot transmit water through it. അതിൻ്റെ അകത്തേക്ക് പെർമിയബിലിറ്റി വളരെ കുറവായിരിക്കും. നമുക്കറിയാലോ ക്ലേ ഫോർമേഷൻ it will having micropores, so it will store good amount of water but it cannot transmit in sufficient amount. Next one is aquifuge. ഇത് neither this will be porous nor permeable. രണ്ട് കാറ്റഗറിയിലും പെടാത്തൊരു തരത്തിലുള്ളതാണ് aquifuge. So it cannot transmit water and it cannot yield sufficient quantity and neither പോറസും അല്ല പെർമിയബിളും അല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഫോർമേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗ്രാനൈറ്റ്സ് ഒക്കെ, അത്തരത്തിൽ മാർബിൾസ് ഒക്കെ, ഇത്തരത്തിലുള്ള റോക്സ്, കോമ്പാക്റ്റ് ആയിട്ടുള്ള മാസീവ് റോക്സ് ഒക്കെ വരുവാണെങ്കിൽ ഇതിൽ നമുക്ക് ഈ ഒരു ടൈപ്പ് എന്ന് പറയാം. പക്ഷേ ഇതിന് മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഡസൻറ്റ് ഹാവ് എനി ഫ്രാക്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തേക്കൂടെ ഇത് ലീക്ക് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അക്യുറ്റാർഡ് ഓർക്കാം, ടി ഓർത്ത് കഴിഞ്ഞാൽ മതി, ട്രാൻസ്മിറ്റ് വാട്ടർ എന്ന് എടുക്കാം. അക്യുക്ലൂഡ്, ക്ലേ, സി എന്ന് ഓർക്കുമ്പോൾ ക്ലേയുടെ പ്രോപ്പർട്ടി അറിയുമെങ്കിൽ നമുക്കിത് കറക്റ്റ് ജിയോളജിക്കൽ ഫോർമേഷൻ ഏത് ടൈപ്പ് ആണെന്ന് പറയാൻ പറ്റും. കംപ്ലീറ്റ്ലി ഇംപെർമിയബിൾ ആണെന്ന് പറയാം, ബട്ട് ഇറ്റ് ക്യാൻ ഹോൾഡ് ഗുഡ് എമൗണ്ട് ഓഫ് വാട്ടർ എന്ന് പറയാം. ലാസ്റ്റ് വൺ ഈസ് അക്യുഫ്യൂജ്. അക്യുഫ്യൂജ് വിൽ ബി neither permeable nor porous.
ആ രീതിയിൽ ഓർക്കുക. ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എപ്പോഴും അക്യൂഫർ ആണ്. അപ്പോൾ അക്യൂഫർ നമ്മൾ ഇനി കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്ന ഈ ഒരു സാച്ചുറേറ്റഡ് ഫോർമേഷനിലേക്കാണ്, അക്യൂഫറിലേക്കാണ്. അപ്പോൾ അക്യൂഫർ വീണ്ടും നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. വി വിൽ ബി ക്ലാസിഫൈങ് ദിസ് ആസ് അൺകൺഫൈൻഡ് അക്യൂഫർ ആൻഡ് കൺഫൈൻഡ് അക്യൂഫർ. ഇതിൽ ഓൾറെഡി നമ്മൾ അൺകൺഫൈൻഡ് അക്യൂഫറിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ആദ്യം സാച്ചുറേറ്റഡ് സോൺ പറയുമ്പോൾ തന്നെ പറഞ്ഞു, ദിസ് വിൽ ബി ഹാവിങ് എ ബെഡ് റോക്ക് ബിനീത്ത് ദ വാട്ടർ. ഒരു ബെഡ് റോക്കിന്റെ മുകളിലാണ് നമ്മുടെ വാട്ടർ കിടക്കുന്നത്. സോ ദിസ് വിൽ ബി കോൾഡ് ആസ് അൺകൺഫൈൻഡ് അക്യൂഫർ. ഇനി രണ്ടാമത്തെ കാറ്റഗറി ഉണ്ട് കൺഫൈൻഡ് അക്യൂഫർ. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഞാനിപ്പോൾ ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, where we can see both confined aquifer and unconfined aquifer in a single image. അപ്പോൾ നമ്മളിവിടെ ടോപ്പോഗ്രാഫി ഒക്കെ നോക്കുവാണെങ്കിൽ we have the mountain layers or ground surface over here, a stream is over there, and this is the soil zone. ഓക്കെ, അപ്പോൾ ഇത് നോർമൽ നമ്മുടെ സോയിൽ സോൺ തന്നെയാണ്. ഇനി ഇതിൻ്റെ അകത്ത് the first bedrock comes over here which is made up of clay. ഓക്കെ, അപ്പോൾ ഇതൊരു impermeable layer ആണെന്ന് അസ്യൂം ചെയ്യുക. Similarly, the second bedrock is over here. Again, this is a solid clay rock, impermeable layer ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ what happens is here rain will fall, then this will infiltrate over here, then slowly this will percolate, and whatever water falls over this region, this will start accumulating over here. അപ്പോൾ ഈ ഒരു impermeable ലെയറിന്റെ മുകളിൽ, ഈ ഒരു ബെഡ് റോക്കിന്റെ മുകളിലായിരിക്കും ഫസ്റ്റ് ലെയർ ഓഫ് വാട്ടർ വിൽ ബി അക്യുമുലേറ്റിംഗ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വെള്ളം ഇറക്കി, സാധാരണ ഒരു ഓപ്പൺ വെള്ളം ഇറക്കി നമുക്ക് വെള്ളം ടാപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാച്ചുറേറ്റഡ് ഫോർമേഷനെ നമ്മൾ അൺകൺഫൈൻഡ് അക്യൂഫർ എന്ന് പറയും. അൺകൺഫൈൻഡ് അക്യൂഫറിൽ beneath layer, bottom layer ആയിരിക്കും ഇത് impermeable ഉണ്ടാവുക. Now suppose the water over here is not sufficient, it has gone over dry. What happens is normally what people will do, again they will dig out a well. This time they will dig out a tube well. അപ്പോൾ ഇവിടെ tube well dig out ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ they will be breaking down the first impermeable layer and they will go beneath to find out where the sufficient water is available. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഈ രണ്ട് ലെയറിന്റെ ഇടയിൽ വീണ്ടും നമുക്ക് കാണാം സാച്ചുറേറ്റഡ് ഫോർമേഷൻ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ കൺഫൈൻഡ് അക്യൂഫർ എന്ന് പറയുന്നത്. ഓക്കെ, താഴെയും കാണാൻ പറ്റും. അപ്പൊ എപ്പോഴൊക്കെയാണോ രണ്ട് ബെഡ് റോക്കിന്റെ ഇടയിലേക്ക് നമുക്ക് ഒരു അക്യൂഫറിനെ കാണാൻ പറ്റുന്നത്, കൺഫൈനിങ് ബിറ്റ്വീൻ ടു ബെഡ് റോക്സ്, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കൺഫൈൻഡ് അക്യൂഫർ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള അക്യൂഫറിനെ നമ്മൾ എന്ത് പറയുന്നത്, കൺഫൈൻഡ് അക്യൂഫർ. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ അക്യൂഫറിനെ രണ്ടായിട്ട് തിരിക്കാം. whenever it is not confining between two bedrocks, only single bedrock is there, we call it as unconfined aquifer. അപ്പോൾ unconfined aquiferന്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഒരു വെള്ളം dig out ചെയ്യുകയാണെങ്കിൽ whatever the water level we see over there, that water level we will call it as water table, and this will be open to atmosphere. So this water will be in connection with the atmospheric pressure, or we can call that as the free surface. Okay, അപ്പോൾ ഈ ഒരു unconfined aquiferനെ നമുക്ക് free aquifer എന്ന് പറയാം, phreatic aquifer എന്ന് പറയാം, non adhesion aquifer or water table aquifer എന്ന് പറയാം. നേരെ തിരിച്ച് confined aquiferലാണ്, this is not in contact with the atmosphere. Okay, this is under pressure like in a pipe system. Okay, ഒരു pipe system നമുക്ക് ഒരു pipe flow എങ്ങനെയാണെന്ന് അറിയാം, അതുപോലെ ഇത് this will be under pressure. അപ്പോൾ water table ആയിരിക്കും unconfined aquiferൽ ഉണ്ടാവുക. നേരെ തിരിച്ച് confined aquiferലേക്ക് പോകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കാം, അൺകൺഫൈൻഡ് അക്യൂഫറിലേക്ക് വരുമ്പോഴേക്കും വാട്ടർ ഡയറക്ട്ലി precipitation വഴി, ഇൻഫിൽട്രേഷൻ വഴി, പെർക്കുലേഷൻ വഴി അൺകൺഫൈൻഡ് അക്യൂഫറിൽ എത്തുന്നു. നേരെ മറിച്ച് ഇവിടെയുള്ള ഒരു കൺഫൈൻഡ് അക്യൂഫറിലേക്ക് ഈ വാട്ടർ ഒരിക്കലും എത്തുന്നില്ല. ഇതിന്റെ റീചാർജ് പോയിന്റ്, ദിസ് വിൽ ബി എവേ ഫാർദർ പ്ലേസ്, മേ ബി കിലോമീറ്റേഴ്സ് എവേ. ഒരു റീചാർജ് പോയിന്റ് എവിടെയാണ്, wherever this confined aquifer open its layer to the ground surface, ആ ഒരു പോർഷനിൽ മാത്രമാണ് ഇതിന്റെ റീചാർജ് ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ തരത്തിൽ ഒക്കർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ബാക്കി എല്ലാ പോർഷനിലും this will be confining between two rock layers, so this water will be always under pressure. അപ്പോൾ bedrocks, ആ confining bedrocks, it can be of aquiclude or aquefuges. Okay, and the water inside it will be under pressure, so we call this aquifer as pressured aquifer, pressure aquifer, or artesian aquifer, or confined aquifer. Okay, and the main important thing is the recharge of this aquifer occurs only at places where it is directly exposed to the ground surface. അതുകൊണ്ട് തന്നെ ഇത് പ്രഷറിലായതുകൊണ്ട് തന്നെ the water always will be under pressure
അത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടും കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു പ്രഷറിൽ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഡിഗ് ഔട്ട് ചെയ്ത വാട്ടർ വിൽ ബി റൈസിങ് അപ്പ്. അവ എത്ര ലെവലിലേക്ക് റൈസ് ചെയ്യുന്നു ആ ലെവലിന് നമ്മൾ വാട്ടർ ടേബിൾ ലെവൽ എന്ന് പറയുന്നതിന് പകരം നമ്മൾ പീസോമെട്രിക് ലെവൽ എന്ന് പറയും. പീസോമെട്രിക് ലെവൽ. ആ വാട്ടർ പ്രഷർ ബാലൻസ് ചെയ്യാൻ പറ്റി ഏത് ഹൈറ്റിലേക്കാണോ വാട്ടർ അതിൻ്റെ അകത്തുനിന്ന് റൈസ് ചെയ്യുന്നത് ആ ലെവലിനാണ് നമ്മൾ പീസോമെട്രിക് ലെവൽ എന്ന് പറയുക. സോ ദിസ് വിൽ ബി മച്ച് ഹയർ ദാൻ ദ ടോപ്പ് ലെവൽ ഓഫ് ദി അക്യൂഫർ. അക്യൂഫറിന്റെ ലെവൽ എത്രയാണോ അതിനെക്കാട്ടി ഉയരത്തിലേക്കായിരിക്കും ഈ പ്രഷർ ബാലൻസ് ചെയ്യാൻ വേണ്ടി വാട്ടർ റൈസ് ചെയ്യുക. ആ വാട്ടർ റൈസ് ചെയ്യുന്ന ലെവൽ എത്ര വരെ ഉണ്ടോ ആ ലെവലിന്, ആ ടോപ്പ് ലെവലിനെ നമ്മൾ പീസോമെട്രിക് ലെവൽ എന്ന് പറയും. അപ്പോൾ പീസോമെട്രിക് സർഫസ്, പീസോമെട്രിക് അക്യൂഫർ, ആർട്ടീഷ്യൻ അക്യൂഫർ എന്നൊക്കെ പേര് പറയുന്നത് ഇതുകൊണ്ടാണ്. Okay. Now, if this piezometric surface നമുക്ക് ഏത് ഹൈറ്റിലേക്കാണോ പ്രഷർ ബാലൻസ് ചെയ്യുന്നത് ആ ഹൈറ്റിലേക്ക് വാട്ടർ റൈസ് ചെയ്യുന്നു പറഞ്ഞു. നമ്മളൊരു ട്യൂബ് വെൽ ഡിഗ് ഔട്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ അകത്തുള്ള വാട്ടറിന്റെ പ്രഷർ ബാലൻസ് ചെയ്യാൻ വേണ്ടി അത് വാട്ടർ ഓട്ടോമാറ്റിക്കലി വാട്ട് ഹാപ്പൻസ് ഇറ്റ് വിൽ റൈസ് ഇൻസൈഡ് ദ വാട്ടർ ട്യൂബ് വെൽ. അപ്പോൾ ഏത് ലെവലിലേക്കാണോ പ്രഷർ ഉള്ളത് ആ ലെവലിലേക്ക് അത് റൈസ് ചെയ്യും. സംടൈംസ് ദർ മേ ബി ചാൻസസ് ദാറ്റ് പീസോമെട്രിക് സർഫസ് ഗോ ബിയോണ്ട് ദി ഗ്രൗണ്ട് സർഫസ്. അപ്പോൾ ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്, വാട്ടർ ഫ്ലോ വിൽ ബി കണ്ടിന്യൂസ്ലി ഹാപ്പനിങ് ത്രൂ ദി വെൽ. അങ്ങനെയുള്ള ആർട്ടീഷ്യൻ അക്യൂഫറിന്, അങ്ങനെയുള്ള പീസോമെട്രിക് സർഫസിനെ നമ്മൾ ഫ്രീ ഫ്ലോയിങ് വെൽസ് എന്ന് പറയും. നമ്മളൊരു സ്പ്രിംഗ് ആക്ഷൻ പോലെ വാട്ടർ കണ്ടിന്യൂസ്ലി വിൽ ബി ഫ്ലോയിങ് ത്രൂ ദി വെൽ. അതിനെ ഫ്രീ ഫ്ലോയിങ് വെൽ എന്ന് പറയും, അല്ലെങ്കിൽ ഫ്ലോയിങ് ആർട്ടീഷ്യൻസ് എന്ന് പറയും. ഓക്കെ. അതല്ലാതെ ഗ്രൗണ്ട് സർഫസും താഴെയാണെങ്കിൽ നമ്മൾ വെല്ല ഡിഗ് ഔട്ട് ചെയ്ത് ഇതാണ് ഗ്രൗണ്ട് സർഫസ്, ഇത് ഈ കൺഫൈൻഡ് അക്യൂഫറിന് വെള്ളം റൈസ് ചെയ്തിട്ട് ഇതിന്റെ മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഫ്രീ ഫ്ലോയിങ് അക്യൂഫർ എന്ന് പറയും. അതല്ല പ്രീസോമെട്രിക് സർഫസ് ഈ ഒരു ലെവലിലൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ നോൺ ഫ്ലോയിങ് ആർട്ടീഷ്യൻ വെൽസ് എന്ന് പറയും. അപ്പോൾ രണ്ട് രീതിയിലേക്ക് അഗെയിൻ നമ്മുടെ കൺഫൈൻഡ് അക്യൂഫേഴ്സിലെ വെല്ലിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഗ്രൗണ്ട് സർഫസിന് മുകളിലോട്ട് പീസോമെട്രിക് സർഫസ് പോവുകയാണെങ്കിൽ ഫ്രീ ഫ്ലോയിങ് വെൽസ് എന്ന് പറയുന്നു. അതല്ലാതെ നോൺ ഫ്ലോയിങ് ആർട്ടീഷ്യൻസ് എന്ന് പറയുന്നു. ഫർദർ ഈ അക്യൂഫേഴ്സിനെ തന്നെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് another two more categories we can say up. ഒന്ന് നമ്മൾ ജനറലി പറയുന്നതാണ് ലീക്കി അക്യൂഫർ. നമുക്ക് ജനറൽ നമ്മൾ നാച്ചുറൽ കാണുന്ന ഏത് അക്യൂഫറിനെ നോക്കിയാലും നോ അക്യൂഫർ വിൽ ബി കംപ്ലീറ്റ്ലി കൺഫൈൻഡ് ഓർ അൺകൺഫൈൻഡ് അക്യൂഫർ. ഇത് കംപ്ലീറ്റ്ലി ഇംപെർമിയബിൾ ആയിട്ടുള്ള ഒരു ലെയർ നമുക്ക് കിട്ടാൻ തന്നെ പ്രയാസമാണ്. ഓൾവേസ് ദർ വിൽ ബി സം ടൈംസ് ഓഫ് ക്രാക്സ് ഓർ faults occurs. So what happens, the water will be slowly leaking through this. Such aquifers are known as leaky aquifers, or we can call those aquifers as semi confined aquifer. ഓക്കെ. അപ്പോൾ നേച്ചറിൽ കാണുന്ന ഒട്ടുമിക്ക അക്യൂഫർ ടൈപ്പും ഈ ഒരു കാറ്റഗറിയിലേക്കാണ് വരിക. കാരണം നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് ഒരു ലെയറും നമുക്ക് കംപ്ലീറ്റ്ലി വിത്തൗട്ട് എനി ഫ്രാക്ചർ ഉള്ള ലെയേഴ്സ് ആണെന്ന് അനുമാനിക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് നമ്മുടെ ഇപ്പോഴത്തെ ഡിഗിങ് ഔട്ട് പ്രോസസ് ഒക്കെ പോകുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് പേഴ്സ്ഡ് അക്യൂഫർ. When the water is stored in a limited aerial extents, such aquifers are known as purged aquifer. ഇത് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് വി ഹാവ് എ ബെഡ് റോക്ക് ബിനീത്ത് over which the water lays. Okay. Sometimes what happens is on a limited aerial extent there will be another impermeable rocky layer. Suppose ഇവിടെ നമ്മുടെ ബിനീത്ത് വാട്ടർ റോക്കി ലെയറിന് ശേഷം മുകളിൽ ഇവിടെ ആയിട്ടൊരു റോക്കി ലെയർ ഉണ്ടെന്ന് വെച്ചാൽ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ whenever the water comes out during rain, this will stay over here. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു പോർഷനിൽ നമുക്ക് വീണ്ടും ഒരു വാട്ടർ സ്റ്റോറേജ് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള അക്യൂഫറിന് ദോ ദിസ് ഈസ് നോട്ട് ദ ഒറിജിനൽ, ഇവിടെ ആയിരിക്കും നമ്മുടെ ഒറിജിനൽ വാട്ടർ ടേബിളിലുള്ള. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു റോക്കി ലെയറിൽ വന്നിട്ട് വെള്ളം നിൽക്കുന്നുണ്ടെങ്കിൽ വീണ്ടും അവിടെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു വാട്ടർ ടേബിൾ ഫോം ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സെറ്റപ്പിനെയാണ് നമ്മൾ പേഴ്സ്ഡ് അക്യൂഫർ അല്ലെങ്കിൽ ഫോൾസ് അക്യൂഫർ എന്ന് പറയുക. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ളത് നമ്മൾ ഒറിജിനലി ഉള്ള വാട്ടർ ടേബിൾ എന്ന് വെച്ചാൽ നമ്മൾ അങ്ങ് ടാപ്പ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് കഴിയുമ്പോൾ ഇവിടെ റീചാർജ് പ്രോപ്പർലി നടക്കുന്നില്ലെങ്കിൽ ദിസ് വിൽ ഡ്രൈ ഔട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വരുന്ന അക്യൂഫേഴ്സിനെ നമ്മൾ ഫോൾസ് അക്യൂഫർ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളം നമുക്ക് ത്രൂ ഔട്ട് കിട്ടണം. മേക്ക് ഷുവർ ദാറ്റ് ഓൾവേസ് ദ വാട്ടർ റീചാർജിങ് പ്രോസസ് ഈസ് പ്രോപ്പർലി ഒക്കറിങ് ഓവർ ദിസ് പോർഷൻ. യഥാർത്ഥത്തിലുള്ള വാട്ടർ ടേബിൾ അതിൻ്റെ വേറൊരു പോർഷനിലാണ് ഉള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു ഇംപെർമിയബിൾ റോക്കി ലെയർ ഇൻ ബിറ്റ്വീൻ പ്ലേസിൽ ഒക്കർ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പോർഷനിൽ ഈ ഒരു ലിമിറ്റഡ് ഏരിയയിൽ വേറൊരു ലെവലിലേക്ക് വാട്ടർ ടേബിൾ റൈസ് ചെയ്ത് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള അക്യൂഫേഴ്സിനെ ഒന്നൊക്കെ നമ്മൾ പേഴ്സ്ഡ് അക്യൂഫർ എന്ന് പറയും, അല്ലെങ്കിൽ ഫോൾസ് അക്യൂഫർ എന്ന് പറയും. അപ്പോൾ നമ്മളിവിടെ മൊത്തത്തിൽ 4 ടൈപ്സ് ഓഫ് സാച്ചുറേറ്റഡ് ഫോർമേഷൻസ്, അക്യൂഫർ, അക്യൂറ്റാർഡ്, അക്യൂക്ലൂഡ് ആൻഡ് അക്യൂഫ്യൂജ് പറഞ്ഞു. അതിനുശേഷം അക്യൂഫറിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് കൺഫൈൻഡ് ആൻഡ് അൺകൺഫൈൻഡ് അക്യൂഫർ എന്ന് പറഞ്ഞു.
confined aquifer വീണ്ടും നമ്മൾ free flowing and non flowing artesian wells എന്ന് പറഞ്ഞു. Further വീണ്ടും രണ്ട് type of aquifers, leaky aquifers ആയ and burst aquifers കണ്ടു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. So while discussing confined and unconfined aquifers, you can go for this schematic illustrations where you can show the confined aquifer layer, unconfined aquifer layer, the water table well. Okay, whichever well we go, we dig into the unconfined aquifer, we call it as water table well, and we can show the water table level over there. Then the artesian well which is penetrating into the confined aquifer, in that case you can show the piezometric surface. Okay, so see here, this piezometric surface is beneath the ground surface, below the ground surface. So if you dig out an artesian well, this will be in a non-flowing artesian well, and over this place, this piezometric surface is above the land surface, and here this well is known as the free flowing artesian well. Okay, so for the confined aquifer, you can show up the recharge over some away, far away from the wells. So this is all about confined and unconfined aquifer. Now we will see about aquifer properties. Aquifer is mainly for water holding purpose. ഈ ഒരു water holding property നെ അതിൻ്റെ ഒരുപാട് properties affect ചെയ്യുന്നുണ്ട്. So we will see here 2-3 types of aquifer properties. അതിൽ first one ആണ് porosity. Porosity by definition, it is the amount of pore space per unit volume of the aquifer material. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, porosity N is equal to total number of voids total number of voids volume of voids divided by total volume of aquifer material, or simply we can write N equal to volume of voids capital V by suffix V divided by the total volume. So this is all about porosity. Next we will see specific yield. The second property is specific yield. Specific yield എന്ന് വെച്ച് കഴിഞ്ഞാൽ it is the volume of water an aquifer release from or takes into storage per unit surface area of the aquifer per unit change in component normal to the surface. So suppose if you take an aquifer and a well inside the aquifer, വെല്ലിൽ നമ്മൾ പമ്പിങ് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ പമ്പിങ് സ്റ്റോപ്പ് ചെയ്യുവാണെങ്കിൽ രണ്ട് സിറ്റുവേഷനും ഹാപ്പൻ ചെയ്യുക. സോ ഇൻ ഡ്യൂറിങ് ദിസ് ടൈം whatever water releases during the stoppage of water or whatever water takes into, ആ രണ്ട് രീതിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ whenever the total water that aquifer release per unit surface area per unit volume, this is known as the specific yield. Specific yield is the volume of water aquifer releases from it or takes into it per unit surface area per unit change in water. അതല്ലെങ്കിൽ നമുക്കിപ്പോൾ പറയുവാണെങ്കിൽ suppose if you take a controlled volume of water in an aquifer, let this be the amount of water that an aquifer releases. അതായത് by gravity drain ചെയ്ത് പോകുന്ന വാട്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, specific yield. So there will be the other portion of the same aquifer where the water will be retained against gravity. So this portion represents the specific retention. So it will be the amount of water or volume of water that will be retained against gravity per unit surface area per unit change. അപ്പോൾ നമ്മളിവിടെ രണ്ട് പ്രോപ്പർട്ടി പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തത് specific yield ആണ്, and against that one which the water which will be hold inside in the aquifer material against gravity, that is known as the specific retention. അപ്പോൾ ഇത് രണ്ടും കൂടി represent ചെയ്യുന്നതാണ് SY plus SR is known as porosity. SY is specific yield and SR is specific retention. ഇത് രണ്ടും കൂടി combine ചെയ്ത് നമ്മൾ എന്ത് അതിനെ പറയും, porosity എന്ന് പറയും. So നമ്മൾ രണ്ടാമത്തെ പ്രോപ്പർട്ടിയും കണ്ടു, മൂന്നാമത്തെ പ്രോപ്പർട്ടിയായ സ്പെസിഫിക് റിട്ടൻഷനും കണ്ടു. So this is a simple representation of specific retention, percentage of volume of water that is retained against force of gravity when subjected to gravity drainage is called specific retention. So porosity N equal to SY plus SR. Okay, so here you can see a table where different materials porosity and specific yield is given. From in this table itself you can see clearly
for a sand, though the porosity is less than clay, it has a good specific yield. And when it comes to clay, even though it has a good porosity, the specific yield is less. കാരണം നമുക്ക് അതിൻ്റെ അകത്ത് micropores are available, so it will store water, but the yield will be less. Okay, so this is the typical representation of different grain size and percentage of porosity. So you can see the typical tendency of specific yield to increase in the clays when it travel from clay sand to clay silt to sand and then to gravels. അത് കൂടിയിട്ട് മെല്ലെ കുറയും. Then and similarly, if you see specific literature, it has a decrease in nature. Always it will be from clay silt to when it moves to gravel, the specific retention graph is decreasing, and combining both specific yield and specific retention, you get the porosity. Now, so here you can see a problem based on specific yield, which is not that much important. Still, you can go through it. Take a pause on the video, write down the question, then try to solve it yourself. So the answer will be, the average water level drop will be 0.5357 meter. Next property, the fourth property is transmissivity or transmissibility. So suppose if you take an aquifer, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം Darcy's law. നമ്മളിതിനി നെക്സ്റ്റ് സെക്ഷനിൽ കാണും. Darcy's law നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. According to Darcy's law, V equal to or V proportional to I, where proportionality constant K is coefficient of permeability. Right? So from here I can take it as Q equal to velocity into area equal to KIA. Suppose if I take an aquifer of thickness B and width as 1 and hydraulic gradient as again 1, then this equation Q equal to Ki becomes Q equal to K into 1 into B into 1, or this is simply as equal to K into B. So this equation represents the transmittivity, or else it directly indicates it is a property of a confined aquifer or a semi-confined aquifer. കാരണം നമ്മൾ ഒരു അക്വിഫർ തിക്നെസ് ആയിട്ട് ബി എന്ന് പറയുന്നുണ്ട്. നമ്മൾ അക്വിഫറിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഹൈഡ്രോളജി വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മളൊരു കൺഫൈൻഡ് അക്വിഫറിന്റെ തിക്നെസ് ആയിട്ടാണ് നമ്മൾ ബി കൊടുക്കുന്നത്. അപ്പോൾ ഒരു കൺഫൈൻഡ് അക്വിഫറിന്റെ പ്രോപ്പർട്ടി ആയിട്ട്, ഇഫ് ദാറ്റ് കൺഫൈൻഡ് അക്വിഫർ ഹാവ് ആൻ യൂണിറ്റ് വിഡ്ത്ത് across it and it has an unit hydraulic gradient, then the product of coefficient of permeability and the width of the the depth of the aquifer represents the property water transmissibility, or this is the capability of water to travel through a unit width of aquifer with thickness B under unit hydraulic gradient, or this is the discharge through an aquifer of thickness B, discharge through an aquifer of thickness B with unit hydraulic gradient. Okay, but transmissibility പറഞ്ഞാൽ simply it represents the discharge of a confined aquifer or a semi-confined aquifer. ഇനി നമുക്ക് നോക്കാനുള്ളത് storage coefficient ആണ്. So, or simply you can say it as storativity. So storage coefficient, it is the volume of water an aquifer released from or store into storage per unit surface of the aquifer per unit change in the component head normal to the surface. ഇത് again ഇതും ഏതിന്റെ പ്രോപ്പർട്ടിയാണ്? കൺഫൈൻഡ് ആൻഡ് സെമി കൺഫൈൻഡ് അക്വിഫറിന്റെ പ്രോപ്പർട്ടിയാണ്. ഇതേ പ്രോപ്പർട്ടി ഇതേപോലെ തന്നെ ഞാൻ സ്പെസിഫിക് ഈൽഡ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്പെസിഫിക് ഈൽഡ് ഏതിന്റെ പ്രോപ്പർട്ടിയാണ്? ഒരു അൺകൺഫൈൻഡ് അക്വിഫറിന്റെ പ്രോപ്പർട്ടിയാണ്. whenever we discuss the same in a confined aquifer, we call it as a storage coefficient or a storativity. Okay, so ഇവിടെ ഡെഫിനിഷൻ മാത്രം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. കാരണം define these properties, that may be the question that comes in your university exam. Next topic on your syllabus is Darcy's law. Darcy's law, this is proposed by the hydraulic engineer Henry Darcy. According to him, if you consider a porous media of length L and area of cross section A, then
the flow through the aquifer is directly proportional to the hydraulic gradient and cross-sectional area. That Q is proportional to hydraulic gradient and cross-sectional area, or Q is equal to K proportionality constant into I into A, where proportionality constant K is known as hydraulic conductivity or coefficient of permeability. Hydraulic conductivity or coefficient of permeability. Any I and then I is the hydraulic gradient, which is dH by dL. Negative sign indicates the direction of the hydraulic gradient, where dH is the drop in piezometric head and L is the distance measured in general flow direction. And hydraulic gradient definitions look on the hydraulic conductivity definitions like on the random already this one you have discussed this one in fluid mechanics and this one again in geotechnical engineering. So here hydraulic gradient is the slope of the piezometric surface or it is the slope of the water table. Confined aquifer lekkanengil piezometric surface aanu adinte hydraulic gradient. Any unconfined aquifer lekkanengil slope of the water table aanu. Any hydraulic conductivity and coefficient of permeability like it is the property of soil that describes the ease with which water can move through the pore space or fractures. The ease with which a water move through the soil. അതിനെയാണ് നമ്മൾ എന്ത് പറയാ coefficient of permeability. Okay. So here I can take out a problem involving Darcy's law. Two observation wells are located in a confined aquifer of thickness 40 meter thick and 0.5 kilometer wide at 1.5 kilometer apart in the direction of flow. The hydraulic conductivity of the aquifer is 0.75 meter per day and effective porosity is 0.2. The piezometric head in first well is 48 meter and of second well is 41 meter. What is the total flow of water through the aquifer? What is the actual ground velocity between these two wells? So from here, using Darcy's law equation, you can simply write that Q is equal to minus K into I into A, or this is equal to K into dH by dL into area. So here you get two piezometric head, right? So I can write this term in terms of piezometric head as minus K into A into H2 minus H1 divided by dL. What is K given over here? K given is 0.75 meter per day. Simply write it in terms of meter per day itself into area. Area here, the aquifer is 40 meter thick and 0.5 kilometer wide. So 0.5 into for kilometer so into 1000 into 40 kilometer into then H2 minus H1. H2 എത്രയാണ് H2 ആണ് ഇവിടെ 41 meter രണ്ടാമത്തെ വെല്ലിലാണ് minus 48 divided by dl. dl, what is dl? It is see two observation wells are 1.5 kilometer apart. So 1.5 kilometer in 1000. So ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്ചാർജ് എത്ര കിട്ടും 105 meter cube per day. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. പ്രോബ്ലം എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഇവിടെ നീറ്റ്ലി കൊടുത്തിട്ടുണ്ട്, അത് നോക്കി ചെയ്ത് നോക്കുക. Now the second part of this question is what is the actual ground velocity between these two wells? So to find out the actual velocity we should give it the velocity divided by porosity. Okay, so to obtain the actual velocity, the velocity as we know the discharge, we can calculate the velocity by Q by A into porosity. So discharge is 105 divided by area is again 40 into 0.5 into 1000. This is the area. നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ 0.5 into 1000 into 40. അതാണ് area into 0.2 is the porosity. Given porosity is 0.2. So if you calculate it, the actual velocity will be equal to 0.02625 meter per day. Okay, ഈ രീതിയിൽ ചെയ്ത് നോക്കുക. മൂന്നാമത്തെ പ്രോബ്ലം ഇത് നിങ്ങൾ സ്വന്തമായി ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. So നമ്മൾ ഇതുവരെ vertical distribution of groundwater കണ്ടു, types of geological formation കണ്ടു, properties of aquifer related to storage and transmissibility കണ്ടു, അതിനുശേഷം നമ്മൾ Darcy's law കണ്ടു. ഇനി നമുക്ക് കാണാനുള്ള steady unidirectional flow, especially steady flow in a homogeneous aquifer
and that too with a special condition aquifer with recharge. ഇതാണ് നമുക്കിനി നോക്കാനുള്ളത്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു കൺഫൈൻഡ് അക്വിഫറിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് രണ്ട് അക്വിഫർ ഉണ്ടെന്ന് അറിയാം അല്ലേ? ഒന്ന് കൺഫൈൻഡ് അക്വിഫർ ആണ്, രണ്ടാമത്തത് അൺകൺഫൈൻഡ് അക്വിഫർ. അതിലിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് കൺഫൈൻഡ് അക്വിഫറിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ ആണ്. ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ തന്നെയാണ് ഇവിടെ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് ഫോർ എ ക്യൂബോയിഡൽ അക്വിഫർ എലമെന്റ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ കണ്ടിന്യൂറ്റി ഇക്വേഷൻ പ്രീവിയസ്ലി ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക്സിൽ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ക്യൂബോയിഡ് എടുത്തിരിക്കുക. ക്യൂബോയിഡിൻ്റെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വൈ ഇൻറ്റു ഡെൽറ്റ സെഡ് ആണ്. Okay, so this cuboid is a volume of delta x into delta y into delta z. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ we are considering a mass inflow per unit time per unit area through the x direction and a mass outflow through the y direction. So mass in എത്രയാണ്? mass per unit time per unit area. നമുക്കറിയാം mass per time എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ എടുക്കാം? This is equal to density into volume by time എന്ന് എടുക്കാം. So volume by time is considered as discharge. Here we are considering discharge by area. So let it be unit area. So we are considering it as rho into qx. Okay. So the mass inflow will be equal to rho into qx. Similarly, mass outflow will be equal to rho into qx, okay, plus a change in rho into qx. So rho into a change in qx in the direction x. Okay, അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു മാസ് ഇൻഫ്ലോയും മാസ് ഔട്ട്ഫ്ലോയും കിട്ടുക. അപ്പോൾ ഇതിൻ്റെ നെറ്റ് ഇൻഫ്ലോ എന്തായിരിക്കും? റോ ഇൻറ്റു ക്യൂ എക്സ് മൈനസ് ഓഫ് റോ ഇൻറ്റു ക്യൂ എക്സ് plus rho into derivative of qx with respect to x in the direction of delta x. So idum cancel ആയി. The net change will be equal to minus of qx by dou x into delta x. ഇതേപോലെ നമ്മൾ y-ൽ ചെയ്തു കഴിഞ്ഞാൽ minus of dou qy by delta y into delta y കിട്ടും. അതേപോലെ z ഡയറക്ഷനിൽ ചെയ്തു കഴിഞ്ഞാൽ minus of dou rho z divided by dou z into delta z കിട്ടും. ഓക്കെ, ഇങ്ങനെ ഓരോ കേസിലും നമുക്ക് ഇങ്ങനെ ഇൻഡിവിജ്വലി ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വി ആർ കൺസിഡറിങ് പെർ യൂണിറ്റ് ഏരിയ, റൈറ്റ്? നൗ വി ആർ കൺസിഡറിങ് ദാറ്റ് ഏരിയ ഓൾസോ ടുഗദർ. So what happens? Therefore the net inflow in x direction, this will be equal to minus dou qx by dou x into delta x into area. What is the area? dy into dz. How it comes means, see here, this is the flow direction. So the area for this flow direction will be this area. So that will be equal to delta y into delta z. So that is the area for flow through horizontal direction. Okay. Again, ഇത് നമുക്ക് ഒരു ഇക്വേഷൻ സെറ്റ് ആയിട്ട് വയ്ക്കാം. ഇനി അടുത്ത നമ്മൾ ഡാർസീസ് ലോ എടുക്കാം. ഡാർസീസ് ലോ ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഐ ഇൻറ്റു എ അറിയാലോ. അപ്പോൾ മൈനസ് കെ ഇൻറ്റു എക്സ് ഡയറക്ഷൻ ക്യൂ വിൽ ബി ഈക്വൽ ടു, നമ്മൾ യൂണിറ്റ് ഡിസ്ചാർജ് എടുക്കണേ. ഓക്കെ, ഐ ഇൻസ്റ്റെഡ് ഓഫ് ഐ വി ക്യാൻ keep that piezometric head at dh in the x direction, piezometric head drop in the x direction with respect to x into 1. Area is unit area. Okay, now for this case itself, നമുക്കിത് ഇക്വേഷൻ 2 ആയിട്ട് എടുക്കാം. ഓക്കെ, ഇത് ഇക്വേഷൻ 2 ആയിട്ട് എടുക്കും. ഈ ഇക്വേഷൻ 2 എന്ത് ചെയ്യുക? ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ വാട്ട് ഹാപ്പൻസ് ഓവർ ഹിയർ ഈസ് ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ദാറ്റ് വിൽ ബി ഈക്വൽ ടു, ആ ഇക്വേഷൻ 1 എന്തായിട്ട് മാറും? ഇക്വേഷൻ 1 എന്തായിട്ട് മാറും? റോ ഇൻറ്റു ഡി ക്യൂ ബൈ ഡി എക്സ്, ഡി ക്യൂ ബൈ ഡി എക്സ്. അപ്പോൾ ഇതിൻ്റെ ഡി ക്യൂ ബൈ ഡി എക്സ് നമ്മൾ എടുക്കണം. ഡി ക്യൂ ബൈ ഡി എക്സ് എടുക്കുമ്പോൾ എങ്ങനെ എടുക്കാം? മൈനസ് കെ എക്സ് ഇൻറ്റു അല്ലെങ്കിൽ മൈനസ് കെ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡി എച്ച് എക്സ്, സോ ഡി സ്ക്വയർ എച്ച് ബൈ ഡി എക്സ് സ്ക്വയർ വരും. അപ്പം ഈ വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പുതിയ ഇക്വേഷനിലേക്ക് കൊടുക്കേണ്ടത്. സോ മൈനസ് റോ ഇൻറ്റു കെ, കെ എക്സ് ഈക്വൽ ടു കെ വൈ ഈക്വൽ ടു കെ സെറ്റ് കൊടുക്കുന്നത് ഞാൻ ഇവിടെ ജനറൽ കോമൺ പ്രോപ്പർട്ടി കെ എടുക്കുന്നു. സോ ഡോ സ്ക്വയർ എച്ച് ബൈ ഡോ എക്സ് സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വൈ ഇൻറ്റു ഡെൽറ്റ സെറ്റ്. അപ്പോൾ നമ്മൾ ഇതും റീപ്ലേസ് ചെയ്തിട്ട് എന്തായി? കെ ഇൻറ്റു ഡോ സ്ക്വയർ എച്ച് ബൈ ഡോ എക്സ് സ്ക്വയർ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇനി എല്ലാ ഡയറക്ഷനിലും ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വൈ ഡയറക്ഷനിൽ ഇങ്ങനെ വരും,
Z direction. So combining in X direction, Y direction and Z direction, the net mass inflow is minus of rho into K into delta X into delta Y into delta Z into delta square H by dou X square H by dou X square dou square H by dou Y square plus dou square H by dou Z square. Okay, അല്ലെങ്കിൽ shortly we can say minus K into rho into ഇതിന് പകരം എന്ത് കൊടുക്കാം വോളിയം ഇൻറ്റു ഡോ സ്ക്വയർ എച്ച് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എച്ച് ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എച്ച് ബൈ ഡോ സെഡ് സ്ക്വയർ. ഇത് ഏത് ഇക്വേഷൻ്റെ ഒരു ഫോർമുലയാണ്? സോ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത് നെറ്റ് ചേഞ്ച് ഇൻ മാസ് വിത്ത് റെസ്പെക്ട് ടു വോളിയം ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വി ക്യാൻ നോ ഫ്രം കണ്ടിന്യൂറ്റി ഇക്വേഷൻ ദാറ്റ് മാസ് ഇൻഫ്ലോ will not be neither created nor destroyed. Only what we can do, if a change occurs, it can be stored within the control volume only. Okay, so this equation once ഇത് നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ച നമ്മളൊരു സെറ്റ് ഓഫ് ഇക്വേഷൻ ആയിട്ട് വെക്കുക. ലെറ്റ് ദിസ് ബി ഇക്വേഷൻ സെറ്റ് എ. ഇനി നമ്മൾ കൺസർവേഷൻ ഓഫ് മാസ് തിയറി പ്രകാരം പറയുന്നു മാസ് ഇൻഫ്ലോ വിൽ ബി ഈക്വൽ ടു മാസ് ഔട്ട്ഫ്ലോ. ഇനി അതല്ല ഈക്വൽ അല്ലെങ്കിൽ എന്ത് ചെയ്യും? സഫീഷ്യന്റ് എമൗണ്ട് വിൽ ബി സ്റ്റോർഡ് ഇൻസൈഡ് ദി കൺട്രോൾ വോളിയം. ആ സ്റ്റോർഡ് ഇൻസൈഡ് ദി കൺട്രോൾ വോളിയം എത്രയായിരിക്കും? അപ്പം അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇവിടെ സ്പെസിഫിക് സ്റ്റോറേജിൻ്റെ ഇക്വേഷൻ ഒന്ന് എടുത്ത് നോക്കാം. സ്പെസിഫിക് സ്റ്റോറേജിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മാസ് വിത്ത് റെസ്പെക്ട് ടു change in mass with respect to density into volume, this will be equal to specific storage into dH, where dH is the piezometric head. Okay, അപ്പോൾ ഈ H is the piezometric head. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സ്പെസിഫിക് സ്റ്റോറേജിൻ്റെ ഡെഫിനിഷനിലേക്ക് പോകാൻ പറ്റും. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് പോകുന്നില്ല. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ ഒരു ഇക്വേഷൻ എടുക്കാൻ പോകുന്നത്. സോ ചേഞ്ച് ഇൻ ടൈം മാസ് വിത്ത് റെസ്പെക്ട് ടു ടൈം വിൽ ബി ഈക്വൽ ടു density into volume, okay, density into volume into SS into dH by dt. ആ ഇക്വേഷൻ ഇവിടെ നിന്നാണ് വരുന്ന സ്പെസിഫിക് സ്റ്റോറേജിൻ്റെ ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ മാസ് വിത്ത് റെസ്പെക്ട് ടു വോളിയം ആൻഡ് ഡെൻസിറ്റി. ഈ ഇക്വേഷനിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നത്. അപ്പോൾ ഒരു net change or storage in a control volume will be equal to this much. So let this be the equation B. Now what we have to do is we have to equate. If continuity equation exists, these equations will be equal. So we have to equate equation A and B. So if we equate equation A and B, rho into SS into delta V by delta T this will be equal to rho minus rho into K into delta V into dou square H plus by dou X square plus dou square H by dou Y square plus dou square H by dou Z square. So cancelling the equivalent terms. Okay. And density also we will be remaining only K will be there over here. So SS into dH into d by dt will be equal to minus K into the other one. So what does this represents? This represents the Laplace equation delta square H, right? So delta square H is equal to SS by K into dH by dt. So this is the equation of motion for a confined aquifer. So again this equation can be rewritten as if SS into B is equal to S and KB is equal to T. We know that KB is equal to T. This is the transmissibility. If you replace this equation by this delta square by H is equal to S by T into dH by dt. Okay. So this is the basic differential equation governing the unsteady ground flow in a homogeneous isotropic confined aquifer. So this is a differential equation governing the unsteady flow. So let us see, നമുക്ക് ഏതാ വേണ്ടത്? നമുക്ക് steady flow ആണ് വേണ്ടത്. So let us see how the steady flow happens in a confined aquifer. For steady flow, if the flow is steady with respect to time, the parameters does not exist, right? So dH by dt does not exist for a steady flow. So what happens to this equation? Directly dH by dt is equal to 0. So delta square H will be equal to 0. So this is the equation for a steady groundwater flow. അപ്പോൾ ഒരു ഹോമോജനിയസ് അക്യൂഫറിൽ, കൺഫൈൻഡ് അക്യൂഫറിൽ, ഹോമോജനിയസ് അക്യൂഫറിൽ സ്റ്റഡി ഗ്രൗണ്ട് ഫ്ലോയുടെ ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ സ്ക്വയർ എച്ച് ഈക്വൽ ടു 0. സോ ഈ ഇക്വേഷനെ നമ്മൾ മാത്തമാറ്റിക്കലി we will call this equation as Laplace equation. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺഫൈൻഡ് അക്യൂഫറിൻ്റെ സ്റ്റഡി ഫ്ലോ ഇക്വേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു അല്ലേ? ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, ഹൗ വി വിൽ ഡെവലപ്പ് ദിസ് ഇക്വേഷൻ ഫോർ എ ഫ്ലോ ബിറ്റ്വീൻ ടു വാട്ടർ ബോഡീസ്.
എങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് നോക്കുന്നത്. അതിനുവേണ്ടി നമ്മളിവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത് വെച്ചാൽ നമ്മളിവിടെ ഒരു കൺഫൈൻഡ് അക്വിഫർ എടുത്തു. അപ്പോൾ കൺഫൈൻഡ് അക്വിഫർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺഫൈൻഡ് അക്വിഫറിൽ നമ്മൾ ഈ കൺഫൈൻഡ് അക്വിഫറിൻ്റെ തിക്നെസ് ബി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബി കൊടുത്തു. ഓക്കെ, ദെൻ ദ ഹൈറ്റ് ഓഫ് പീസോമെട്രിക് ഹെഡ് അത് നമ്മൾ എച്ച് എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ അപ്സ്ട്രീം നമ്മൾ രണ്ട് വാട്ടർ ബോഡിയുടെ ഇടയിലാണ് നമ്മുടെ അക്വിഫർ എന്നുള്ള രീതിയിലാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, കൺഫൈൻഡ് ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ ബിറ്റ്വീൻ ടു വാട്ടർ ബോഡീസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വാട്ടർ ബോഡിയുടെ ലെവൽ ഇതാണ്, സെക്കൻഡ് വാട്ടർ ബോഡിയുടെ ലെവൽ ഇതാണ്. അപ്പോൾ ഫസ്റ്റ് വാട്ടർ ബോഡിയുടെ പീസോമെട്രിക് ഹെഡിലേക്കുള്ള ഹൈറ്റ് h1 ആണ്, സെക്കൻഡ് വാട്ടർ ബോഡിയുടെ ലെവൽ h2 ആണ്. നമ്മുടെ കൺഫൈൻഡ് അക്വിഫറിലെ പീസോമെട്രിക് ഹെഡ് h ആണ്. ദെൻ ഡിസ്റ്റൻസ് നമ്മൾ ഇവിടുന്ന് ഈ ഫസ്റ്റ് വാട്ടർ ബോഡിയിൽ നിന്ന് 0 ടു സെക്കൻഡ് വാട്ടർ ബോഡി L ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, ടോട്ടൽ ലെങ്ത് L ആയിട്ട് എടുക്കുന്നു. ഇനി എനി ഡിസ്റ്റൻസ് നമ്മൾ എവിടെയാണോ പീസോമെട്രിക് ഹെഡ് മെഷർ ചെയ്യുന്നത് ആ ഹെഡിനെ നമ്മൾ x ആയിട്ട് മെഷർ ചെയ്യും. സോ x, L, then h1, h2 and h. ഇത്രയും പാരാമീറ്റേഴ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൺഫൈൻഡ് ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ ബിറ്റ്വീൻ ടു വാട്ടർ ബോഡീസ് ആ ഇക്വേഷൻ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. സോ if it is a flow, steady flow, what happens? The equation will become delta square h equal to 0. സോ നമുക്ക് എങ്ങനെ ഇത് എഴുതാം? ഇതിനെ നമുക്ക് വീണ്ടും നമ്മുടെ വിത്ത് റെസ്പെക്ട് ടു x ആണല്ലോ നമ്മൾ എടുക്കുന്നത്. സോ ഡെൽറ്റ സ്ക്വയർ h ഡിവൈഡഡ് ബൈ x square equal to 0. ഇതിനെ നമ്മൾ രണ്ട് തവണ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. രണ്ട് തവണ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? h will be equal to c1x plus c2 എന്നുള്ള ഇക്വേഷനിലേക്ക് നമുക്ക് എത്തിപ്പെടാം. അപ്പോൾ ഡബിൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ h equal to c1x plus c2 കിട്ടും. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് c1 c2 നമുക്ക് ഒഴിവാക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക. നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ് എന്താ? രണ്ട് വാട്ടർ ബോഡി ഉണ്ടല്ലേ, ബൗണ്ടറി ബോഡിയിൽ നിന്ന് നമ്മൾ x equal to 0 മുതൽ x equal to L വരെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇനീഷ്യൽ കണ്ടീഷൻ ഒന്ന് എന്താണ്? x equal to 0. ഫൈനൽ കണ്ടീഷൻ എന്താണ്? x equal to L. സോ അറ്റ് x equal to 0 what is the piezometric head? നമ്മൾ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു h1. അതുപോലെ x equal to L ആകുമ്പോഴേക്കും നമ്മുടെ piezometric head എന്താണ്? h2 ആണ്. നമ്മൾ ഫിഗറിലേക്ക് പോവുകയാണ്. x equal to 0 ൽ h1 ആണ്, x equal to L ൽ h2. ഈ ബൗണ്ടറി കണ്ടീഷൻസ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കും. സോ അറ്റ് h equal to h1 what happens? x equal to 0. സോ h equal to h1 ആകുമ്പോഴേക്കും x equal to 0 ആണ്. അപ്പോൾ ആ ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോഴേക്കും നമ്മൾ h equal to c1 into 0 plus c2 എന്ന് കൊടുക്കും. So at h equal to h1 x equal to 0. So what happens here? The equation c2 will become h1. അപ്പോൾ നമുക്ക് ഫൈനൽ ഇക്വേഷൻ എന്തായി കിട്ടി? h equal to c1x plus h1i. c2 നെ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് കൊടുത്തു? h1 കൊടുത്തു. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ ഈ ഇക്വേഷന്റെ മുകളിൽ കൊടുക്കണം. at x equal to L h equal to h2. അപ്പോൾ h2 equal to c1 into L plus h1. Okay, so c1 equal to what happens? c1 is equal to minus of h1 minus h2 divided by L ആയിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ c1 ഉം c2 ഉം കൊടുക്കുന്നത്. അപ്പോൾ c1 ഉം c2 ഉം കിട്ടിയതിന് ശേഷം c1 കിട്ടി c2 ഉം കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? അത് നമ്മുടെ മെയിൻ ഇക്വേഷനിൽ കൊടുക്കുക. സോ h equal to h1 minus h2 by L into x ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, c1 ഇതാണ്, c2 h1 ആണ്. ഓക്കെ, ദിസ് ഈസ് c1 ആൻഡ് ദിസ് ഈസ് c2. ഇത് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, ഈ രീതിയിൽ കിട്ടും. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡാർസിസ് ലോ എടുക്കാം. ഓക്കെ, h equal to അത് കിട്ടി, ഡാർസിസ് ലോ കൊടുക്കുക. q equal to minus k into I into a. സോ മൈനസ് k into എക്ക് പകരം എന്ത് കൊടുക്കുക? b, അതായത് കൺഫൈൻഡ് അക്വിഫറിന്റെ തിക്നെസ് b ആണ്. the opposite side b into unit width 1 ആയിട്ട് എടുക്കുക ഏരിയ. സോ this is b into 1 into hydraulic gradient will be equal to dou h by dou x. ഈ dou h by dou x എന്താണ്? നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ our equation becomes minus k into b into minus of h1 minus h2 by L. So the final equation will become h1 minus h2 by L into kb. ഈ ഇക്വേഷൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൺഫൈൻഡ് ഫ്ലോ ബിറ്റ്വീൻ ടു വാട്ടർ ബോഡീസിന്റെ ഇക്വേഷൻ കിട്ടും.
ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ dh/dx ന് h1 minus h2 കൊടുക്കുന്നത്? കാരണം dh/dx എന്ന് പറഞ്ഞാൽ the isometric head drop ആണ് from x equal to 0 to L ആണ്. So x equal to 0 to L എന്ന് പറയുമ്പോൾ delta x will be L and delta h a level difference from h1 to h2 ആണ്. That will be h1 minus h2. അങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷൻ ഫൈനൽ ഇക്വേഷൻ q equal to h1 minus h2 by L into kb വരുന്ന യൂണിറ്റ് ഡിസ്ചാർജ് is considered. യൂണിറ്റ് വിഡ്ത്ത് എടുക്കുന്നുണ്ട്, യൂണിറ്റ് ഡിസ്ചാർജ് കൺസിഡർ ചെയ്യുന്നു. So this is the final equation of flow between two water bodies. അപ്പോൾ ഇതുവരെ നമ്മൾ കൺഫൈൻഡ് അക്വിഫറിന്റെ കേസിൽ സ്റ്റഡി ഫ്ലോ എങ്ങനെയായിരിക്കുന്നതെന്ന് നോക്കിയത്. ഇനി നമുക്ക് ഏതാണ് നോക്കാനുള്ളത്? സെക്കൻഡ് കാറ്റഗറി, ദാറ്റ് ഈസ് ദി അൺകൺഫൈൻഡ് ഫ്ലോ. അപ്പോൾ അൺകൺഫൈൻഡിങ് ഫ്ലോന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്താണെന്ന് ആദ്യം നോക്കാം. അതിനുശേഷം നമുക്ക് വിത്ത് റീചാർജ് വാട്ട് വിൽ ബി ദ ഇക്വേഷൻ കൂടി നോക്കാം. ഇപ്പോൾ അൺകൺഫൈൻഡ് അക്വിഫറിന്റെ കേസിൽ നമ്മൾ സെയിം എങ്ങനെയാണോ കൺഫൈൻഡ് അക്വിഫറിൽ ചെയ്തത് അതേപോലെ ചെയ്യാൻ പോവുകയാണ്. പക്ഷെ ശ്രദ്ധിക്കുക, നമ്മൾ അവിടെ ഒരു കൺഫൈൻഡ് അക്വിഫറിൽ ഡെൽറ്റ എക്സ് എക്സ് ഡയറക്ഷനിൽ എടുത്തു, ഡെൽറ്റ വൈ വൈ ഡയറക്ഷനിൽ എടുത്തു, ഡെൽറ്റ സെഡ് എടുക്കുന്നതിന് പകരം ഡെൽറ്റ വൈ എടുത്തിരിക്കുന്നു, ഡെൽറ്റ സെഡ് എടുക്കുന്നതിന് പകരം ഡെൽറ്റ സെഡ് ബിക്കോസ് ഇറ്റ് ഈസ് കൺഫൈൻഡ് നമുക്ക് അവിടെ ഡയറക്ട്ലി ഡെൽറ്റ സെഡ് എടുക്കാം. ഇവിടെ നമ്മൾ എടുക്കുന്നത് കൺഫൈൻഡ് അല്ല, അൺകൺഫൈൻഡ് ആണ്. സോ ഇറ്റ് വിൽ ബി ദ വാട്ടർ ടേബിൾ വിൽ ബി എബവ് എ റോക്കി ലെയർ, റൈറ്റ്? അപ്പോൾ ആ ഒരു ബിനീത്ത് റോക്കി ലെയറിന് മുകളിലോട്ടായിരിക്കും നമ്മുടെ അൺകൺഫൈൻഡ് ലെയർ ഉണ്ടാവുക. അപ്പോൾ അത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഹൈറ്റ് ഓഫ് വാട്ടർ ടേബിൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? എച്ച് ആണ് ഒരു ഡയറക്ഷൻ ആയിട്ട് എടുക്കുന്നത്. സോ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വൈ ഇൻറ്റു എച്ച് ആണ്. വാട്ടർ ടേബിൾ ഹൈറ്റ് എവിടം വരെ ഉണ്ടോ ആ ഹൈറ്റ് വരെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഏത് നൊട്ടേഷൻ യൂസ് ചെയ്തിട്ട്? എച്ച് വെച്ചിട്ടാണ്. നോ സെയിം ആസ് യൂഷ്വൽ ക്യൂ ഇൻ ആൻഡ് ക്യൂ ഔട്ട് എന്താണെന്ന് നോക്കും. അപ്പോൾ ആദ്യം നമുക്ക് ക്യൂ ഇൻ നോക്കാം. അപ്പോൾ ഇതെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അസംഷൻസ് എടുക്കുന്നുണ്ട്. ആ അസംഷൻസിനെ നമ്മൾ ജനറലി ഡുപ്പിറ്റ്സ് അസംഷൻസ് എന്ന് പറയും. ഡുപ്പിറ്റ്സ് അസംഷനിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അസംഷൻ എന്താണ്? ദ കർവേച്ചർ ഓഫ് ദ സ്ട്രീം ലൈൻ ഈസ് കൺസിഡർഡ് ആസ് വെരി സ്മോൾ. നമ്മൾ വാട്ടർ ടേബിളിൻ്റെ കർവേച്ചർ വെരി സ്മോൾ എന്നുള്ള കൺസെപ്റ്റ്, അതായത് ദ ഫ്ലോ ഈസ് ഓൾമോസ്റ്റ് ഹൊറിസോണ്ടൽ എന്നുള്ള അസംഷനിലേക്ക് എടുക്കുവാണ്, യൂണിഫോം ആണെന്നുള്ള അസംഷനിലേക്ക് നമ്മൾ എടുക്കുവാണ്. ദെൻ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ക്യാൻ ബി ടേക്കൺ ആസ് എ സ്ലോപ്പ് ഓഫ് ദ ഫ്രീ സർഫേസ് ആൻഡ് ദ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് വിൽ ബി കോൺസ്റ്റന്റ് ഓവർ എ ഹൈറ്റ് ആൻഡ് ഇറ്റ് വിൽ നോട്ട് ബി എ ഫംഗ്ഷൻ ഓഫ് സെറ്റ്. ഈ രീതിയിൽ നമ്മൾ രണ്ട് അസംഷൻസ് ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഷോർട്ട്ലി ഹൈഡ്രോളിക് ഗ്രേഡിയന്റെ കേസിൽ പറയാം, എന്ത് പറയാം? ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ സ്ലോപ്പ് ഓഫ് ദി ഡ്രോഡൗൺ കർവ്. എന്താണോ ഡ്രോഡൗൺ കർവിന്റെ സ്ലോപ്പ് അത് തന്നെയാണ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞിട്ട് എടുത്തിരിക്കുന്നത്. ഈ രണ്ട് അസംഷൻസിനെ നമ്മൾ കോമൺലി ഡുപ്പിറ്റ്സ് അസംഷൻ എന്ന് പറയും. ഈ അസംഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻസ് എല്ലാം ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് മാസ് ഇൻഫ്ലോ നോക്കാൻ പോകുന്നത്. അപ്പോൾ മാസ് ഇൻഫ്ലോ പെർ ടൈം എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ബൈ ടൈം. വോളിയം ബൈ ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഡെൻസിറ്റി ഇൻറ്റു ഡിസ്ചാർജ്, യൂണിറ്റ് ഡിസ്ചാർജ് ആയതുകൊണ്ട് ക്യൂ എക്സ് എടുക്കുന്നത് അല്ലേ, ഇൻറ്റു ഏരിയ. നമുക്ക് ടോട്ടൽ ഏരിയയിലേക്ക് നോക്കണം. അപ്പോൾ ഏരിയ നമ്മൾ ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ ഇൻറ്റു ഡെൽറ്റ സെഡ് ആണ് നമ്മൾ നേരത്തെ എടുത്തത്. അപ്പോൾ ഇവിടെ ഡെൽറ്റ വൈ ഇൻറ്റു ഡെൽറ്റ സെഡിൻ്റെ പകരം എടുക്കുന്നത് എന്താണ്? എച്ച് ആണ്. സോ ഇത് ഇക്വേഷൻ ബിക്കോസ് റോ ഇൻറ്റു ക്യൂ എക്സ് ഇൻറ്റു എച്ച് ഇൻറ്റു ഡെൽറ്റ വൈ. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ നെറ്റ് ഇൻഫ്ലോ നോക്കുന്നു. അപ്പോൾ റോ ഇൻറ്റു ക്യൂ എക്സ് ഇൻറ്റു എച്ച് ഇൻറ്റു ഡെൽറ്റ വൈ പ്ലസ് എ ചേഞ്ച് ഇൻ ദറ്റ് സെയിം പോർഷൻ വിൽ ബി ദ മാസ് ഔട്ട് ഫ്ലോ. അപ്പോൾ നെറ്റ് ഇൻഫ്ലോ എന്ന് പറയുമ്പോൾ അത് മൈനസ് ചെയ്യുമ്പോൾ ഈ ഒരു പാരാമീറ്റർ മാത്രമായിരിക്കും നമുക്ക് നെറ്റ് ഇൻഫ്ലോ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെറ്റ് ഇൻഫ്ലോ എന്തായിട്ട് കിട്ടും? റോ ഇൻറ്റു ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വൈ ഇൻറ്റു ഡി ക്യൂ എക്സ് ഇൻറ്റു എച്ച് ബൈ ഡി എക്സ് കിട്ടും. ഓക്കെ, ഇനി ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം ഡാർസിസ് ഇക്വേഷന് ക്യൂ ഈക്വൽ ടു കെ ഐ എയിൽ നിന്ന് ക്യൂ ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഡി എച്ച് ബൈ ഡി എക്സ് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ക്യൂക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്തായിട്ട് മാറി? മൈനസ് റോ ഇൻറ്റു കെ ഇൻറ്റു ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മൈനസ് എച്ച് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിട്ട് മാറും. അതായത് ഈ ക്യൂ എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? മൈനസ് കെ ഇൻറ്റു ഡോ എച്ച് ബൈ ഡോ എക്സ് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ ഇക്വേഷൻ ഇവിടെ എന്തായിട്ട് മാറും? റോ ഇൻറ്റു കെ ഇൻറ്റു ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വൈ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഹാഫ് ഇൻറ്റു ഡോ സ്ക്വയർ എച്ച് ബൈ ഡോ എക്സ് ആയിട്ട് ഡോ എക്സ് സ്ക്വയർ ആയിട്ട് മാറും. So the mass inflow in x direction is rho into delta x into delta y, k by 2 നമ്മൾ 2 പുറത്തേക്ക് എടുത്തു, ഡോ സ്ക്വയർ ഓഫ് എക്സ് സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ. ഓക്കെ, അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? y ഡയറക്ഷനിൽ നമ്മൾ ചെയ്യുന്നു. ഓക്കെ, in z direction, in Dupit's assumption, there is no flow in z direction. Okay, so in x direction, z direction, the only flow that will occur will be in recharge. അതായത് നമുക്ക് x directionൽ ഫ്ലോ ഉണ്ട്, y directionൽ നമുക്ക് ഫ്ലോ ഉണ്ട്. നമുക്ക് vertical direction വരുന്ന z directionൽ എന്ത് സംഭവിക്കുന്നു? There is no flow. Whatever happen through the z direction will be only
റീചാർജ്. നമ്മളെ വെർട്ടിക്കൽ ഡയറക്ഷൻ കംപ്ലീറ്റ്ലി ഡൗൺവേർഡ് വരുന്ന എന്താണ് കോൺട്രിബ്യൂഷൻ ഫ്രം ദ റെയിൻഫാൾ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് നല്ല ഹൈറ്റിൽ ഒരു റിവർ കണ്ടിന്യൂസ് ഫ്ലോ ഉള്ള റിവർ ഉണ്ടെങ്കിൽ അത് ദാറ്റ് വാട്ടർ ഫ്രം ദ റിവർ വിൽ ബി കോൺട്രിബ്യൂട്ടിംഗ് ടു ദി ഗ്രൗണ്ട് വാട്ടർ. ആ രീതിയിൽ നമ്മൾ വെർട്ടിക്കൽ ഡയറക്ഷനിൽ വരുന്ന ഫ്ലോ നമ്മൾ എന്തായിട്ട് എടുക്കുന്നുള്ളൂ, റീചാർജ് മാത്രമായിട്ട് എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് സിലബസിൽ വിത്ത് റീചാർജ് എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് നമുക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എക്സ് ആൻഡ് വൈ വെച്ചിട്ട് ഇനി ഇക്വേഷൻസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. So the total flow will be equal to rho into delta x into delta y into k by 2 into dou square h by dou x square plus dou square h by dou y square plus recharge എന്താണ്, dou into area delta x into delta y into, let the recharge be per unit area, the recharge will be r. So the equation will be rho into delta x into delta y into r. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ തേർഡ് കോമ്പോണൻറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഡോ സ്ക്വയർ എച്ച് ബൈ ഡോ വൈ സ്ക്വയർ അല്ലെങ്കിൽ ഡോ സെഡ് സ്ക്വയറിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു, റോ ഇൻറ്റു ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വൈ ഇൻറ്റു ആർ, ആർ ഇസ് ദി റീചാർജ് പെർ യൂണിറ്റ് ഏരിയ. ആ രീതിയിൽ എടുക്കും. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, കണ്ടിന്യൂറ്റി ഇക്വേഷൻ പ്രകാരം അല്ലെങ്കിൽ കൺസർവേഷൻ ഓഫ് മാസ് പ്രകാരം മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയ്ഡ്, ഇറ്റ് ക്യാൻ ബി ഓൺലി സ്റ്റോർഡ്. ആ രീതിയിൽ നമ്മൾ നേരത്തെ സ്പെസിഫിക് സ്റ്റോറേജ് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അൺകൺഫൈൻഡ് ആക്കി പറയാണ്ട് സ്പെസിഫിക് ഈൽഡ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്പെസിഫിക് ഈൽഡ് വെച്ചിട്ടുള്ള ഇക്വേഷൻസിലേക്ക് പോകാം. Okay, so equating the net storage in unconfined aquifer in terms of specific yield is equal to specific yield into area into piezometric head drop per time into rho. അതിലേക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് വരും. So the final equation will be dou square h by dou x square plus dou square h by dou y square plus 2r by k will be equal to 2zy by k plus dou h by dou t. So this is the governing equation for അൺകൺഫൈൻഡ് അക്വിഫർ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് വേണമെങ്കിൽ വിത്തൗട്ട് റീചാർജും കൂടി നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് തന്നെ സുബ്രഹ്മണ്യയുടെ ഫ്ലോ ഇൻ ഓപ്പൺ എഞ്ചിനീയറിംഗ് ഹൈഡ്രോളജി ബൈ സുബ്രഹ്മണ്യയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റഡി സ്റ്റേറ്റ് 1 ഡയമെൻഷണൽ ഫ്ലോ വിത്ത് നോ റീചാർജും കാണാൻ പറ്റും. സിലബസിൽ നമ്മൾക്കത് പറയാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. So these are the two different situations what we have seen. We have seen confined equation steady flow equations കണ്ടു, അതേപോലെ unconfined aquifer with recharge what is the equation എന്നും കണ്ടു. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും പഠിച്ചു വെക്കുക. ഏതെങ്കിലും ഒരു ഇക്വേഷൻ എന്തായാലും യൂണിവേഴ്സിറ്റി എക്സാമിന് ഡെറിവേഷൻ ആയിട്ട് വരുന്നതാണ്.